ഇവിടുന്ന് പോവാ, ഇല്ലെങ്കിൽ ഇയാള് നമ്മുടെ മാനം കെടുത്തും. ഭയ്യ, വേഗം എനിക്കൊരു ഐസ്ക്രീം തരൂ. ക്ലാസിക്കൽ സിംഗർ ഐസ്ക്രീം കഴിക്കുന്നു. പാട്ടുകാർ ഒരിക്കലും തണുത്ത സാധനങ്ങൾ കഴിക്കില്ല. സംശയമുണ്ടോ? കൂടാതെ ഇയാളുടെ തൊണ്ട അടച്ചിരിക്കുകയാണല്ലോ. എന്താണ് ചിക്കു, സുഖാണോ? പരമസുഖം. ഹണി പാടുകയാണ്. സംശയമുണ്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ ഇത്രയും നല്ലൊരു ഗായകനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു, താങ്ക് യു. നിനക്ക് പാട്ട് പാടാൻ അറിയായിരുന്നോ? അതെ, നന്നായിട്ട് പാടും ഞാൻ. നീ എവിടുന്നാ പാട്ട് പാടാൻ പഠിച്ചേ? ഞാൻ എവിടുന്നും പഠിച്ചതല്ല. ദൈവം കൊടുത്ത ടാലന്റ് ആണ്. സ്വയമായി പഠിച്ച് പാടുകയാണ്. സംശയമുണ്ടോ? ഇന്ന് വരെ നീ പാടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അതിന് ഞാൻ പാടില്ലല്ലോ, പിന്നെങ്ങനെ കേൾക്കാൻ കഴിയാ? പിന്നെങ്ങനെ ഇപ്പൊ നീ പാടിയത്? ഞാൻ പാടിയതല്ലല്ലോ, ഞാൻ വെറുതെ കേൾക്കുമായിരുന്നു. അപ്പൊ വേറെ ആരാ പാടിയത്? എന്റെ അമ്മോ, ഈ ശബ്ദം കന്നസാറിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആരാണ് അയാൾ? വേഗം വാ, നമുക്ക് പോയി നോക്കാം. അല്ല, നിങ്ങൾ എന്താ ഇവിടെ? വരൂ വരൂ. പാട്ട് കേട്ടത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. ആരോ പാടുന്നെന്നാ ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ ഇവിടെ CD ഓടിക്കൊണ്ടിരിക്കുക. ഇത് ഇദ്ദേഹത്തിന്റെ CD-യാണ്. ഇദ്ദേഹമാണ് പാടിയത്. ഇദ്ദേഹം ഒരുപാട് പേരെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അടികൈ. പക്ഷെ ഇത് ആരാണ്? ഇദ്ദേഹം എന്റെ മാസ്റ്ററാണ്. എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ചീക്കു മഹാരാജ്. നിനക്കെപ്പോഴാണ് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നത്? വെള്ളം വരാത്ത പൈപ്പിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നു. അടികൈ. എങ്കിൽ അങ്ങും പഠിക്കൂ. ഇല്ല, ആദ്യം പഠിക്കേണ്ടത് കിറ്റിയാണ്. അപ്പുറത്തെ വീട്ടിലെ പൂച്ച ക്ലാസിക്കൽ പാട്ട് പാടുന്നു, അതുപോലെ തന്നെ കിറ്റിയും ക്ലാസിക്കൽ പാടണം. മ്യൂസിക് എന്ന് വെച്ചാൽ വെറും മ്യൂസിക് അല്ലേ? ഇതിലെന്താ ക്ലാസിക് ഉള്ളത്? ഇദ്ദേഹം എന്തിനാണ് കരയുന്നത്? ഇദ്ദേഹം ആലാപനം ചെയ്യാണ്. തൊണ്ട ചെറുതായി അടഞ്ഞിട്ടുണ്ട്. അത്തിപ്പഴം കഴിച്ചു പോയത് കൊണ്ട് ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. വലിയ പാട്ടുകാരനായ നിങ്ങൾ എന്തിനാ അത് കഴിച്ചത്? അത് ശരി, നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണ്. സംഗീതത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആലാപനം ചെയ്യൂ. ബണ്ണിക്കാണെങ്കിൽ അതൊന്നും തന്നെ അറിഞ്ഞുകൂടല്ലോ. അല്ല, എന്തിനു വേണ്ടിയാണ് ഈ CD ഇട്ടോണ്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്? പാടി തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചൂടെ? സംശയമുണ്ടോ? പറഞ്ഞതല്ലേ, ഇന്ന് അദ്ദേഹത്തിന്റെ തൊണ്ട ശരിയല്ല. നാളെ പാടിക്കൊണ്ട് പഠിപ്പിക്കും. മാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഇനി ദിവസവും എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കും. എന്ന് വെച്ച് വീട്ടിൽ താമസിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നിന്റെ പോലുള്ള മൂർഖനത് മനസ്സിലാവില്ല. സംഗീതം പവിത്രമാണ്. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടേയിരിക്കണം. ആലാപനം ചെയ്തുകൊണ്ട്. കാട്ടിൽ കറങ്ങി നടക്കുന്നത് ആനയാണ്. ഇദ്ദേഹം മഹാനായ ഗായകനാണ്. അടികൈ. ഇതിലെന്താ അത്ര വലിയ കാര്യമുള്ളത്? ഇതുപോലെ ആർക്ക് വേണമെങ്കിലും പാടാമല്ലോ. എങ്കിൽ ശരി, നമുക്കൊരു കോമ്പറ്റീഷൻ നടത്താം. അതെ, നമുക്ക് നടത്താം ഒരു കോമ്പറ്റീഷൻ. അല്ല, കോമ്പറ്റീഷന്റെ ആവശ്യം എന്താണ്? ഒരു മഹാനായ ഗായകനും കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറില്ല. ആലാപനം ചെയ്യൂ. ഓ, അങ്ങേക്ക് അതിനുള്ള ധൈര്യമില്ല. ഗുരുജിയോട് ചലഞ്ചോ? എങ്കിൽ ഇനി കോമ്പറ്റീഷൻ നടത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. തുടങ്ങാ ഹണി, പാട്. ഞാനല്ല, ഞങ്ങളുടെ ബണ്ണി പാടും. പോലീസിനെ കണ്ടാൽ കള്ളന്മാർ ഓടും. ഇപ്പോൾ നമ്മുടെ ബണ്ണി പാടും. അടികൈ. ഇപ്പോഴില്ല, ഇപ്പൊ എന്റെ ഗുരുവിനോട് ആശീർവാദം വാങ്ങേണ്ടതുണ്ട്. എന്നിട്ട് ജനലിന്റെ അരികിൽ നിന്ന് പാടാ. പുറത്തുനിന്ന് എന്തിനാ? നല്ല കാറ്റും നല്ല വെളിച്ചവും അവിടെ കിട്ടും. ഗുരുജി പറഞ്ഞത് അവിടെ പാടാനാ. അതൊക്കെ പോട്ടെ, നിന്റെ ഗുരുജി ആരാണ്?
വീട്ടിലേക്ക് വാ, പറഞ്ഞു തരാം. എങ്കിൽ ഞങ്ങൾ കാത്തിരിക്കാം. വെറും 5 മിനിറ്റ് മാത്രം കാത്തിരുന്നാൽ മതി. വരൂ. എന്റെ ഗുരുജി, അങ്ങ് ഇന്ന് അവർക്ക് എല്ലാവർക്കും ക്ലാസിക്കൽ മ്യൂസിക് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. പണി പാളുമെന്നാ തോന്നുന്നത്. ഇവൻ കഴുതയാണ്. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ ആയിപ്പോയത്? നീ പറ്റില്ലെന്ന് ആദ്യമേ പറയണമായിരുന്നു. സംശയമുണ്ടോ? അയാളെ കണ്ടിട്ട് എനിക്ക് പന്തികേട് തോന്നുകയാ. എന്തെങ്കിലും ആവട്ടെ, അയാൾ പാട്ടുകാരനാണ്. നിന്നെ കൊണ്ട് എങ്ങനെ ജയിക്കാൻ കഴിയും? അയാള് പാടിയാൽ മാത്രമല്ലേ അയാൾക്ക് ജയിക്കാൻ കഴിയൂ. അയാളെ ജയിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും ക്ലാസിക്കൽ പാടേണ്ടി വരും. ഞാനല്ല, മുക്ത പ്രസാദ് ജി പാടും. എന്താ പറഞ്ഞത്? ക്ലാസിക്കൽ സിംഗർ മുക്ത പ്രസാദ് ജിയോ? പക്ഷെ അദ്ദേഹം എവിടെയാ ഉള്ളത്? ഇങ്ങോട്ട് നോക്ക്. മുക്ത പ്രസാദ് ജിയുടെ CD നമ്മൾ ഇടും, എന്നിട്ട് പാട്ടിനെ ലിപ്സിങ് ചെയ്യും. കിറ്റി, ഞാൻ റെഡിയാണ് കിറ്റി, തുടങ്ങാം. എന്റെ ഗുരുജി, അങ്ങും പാടി തുടങ്ങൂ. ഇവനെന്നെ പാടാൻ സമ്മതിക്കുന്നില്ലല്ലോ. ആലാപനം കൊണ്ട്. എങ്കിൽ ആലാപനമൊന്നും ഇല്ലാതെ പാടുന്നേ. അവൻ നിർത്തിയാലല്ലേ എനിക്ക് പാടാൻ പറ്റൂ. ആലാപനം കൊണ്ട്. എടാ CD ഒന്ന് നിർത്ത്. ആ മാസ്റ്റർ ജിയെ ഒന്ന് പാടാൻ അനുവദിക്കേ. നിർത്താൻ തന്നെയാ ഞാനും ശ്രമിക്കുന്നത്. ബണ്ണിയുടെ വോയിസിൽ എന്തോ ഒരു മാറ്റമുണ്ട്. ഈ വോയിസ് മുക്ത പ്രസാദിന്റെ വോയിസ് ആണ്. അടികൈ. ആ? ഓ, മുക്ത പ്രസാദ് സാറിന്റെ CD ഇട്ട് നീ ഞങ്ങളെല്ലാവരെയും പാടി പറ്റിക്കായിരുന്നല്ലേ? നിന്നിന് ഇത്രയും പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല ബണി. കഴുതേ, കിറ്റിയുടെ മുമ്പിൽ എന്റെ മാനം പോയിരിക്കുകയാണ്. ഒരു CD നിനക്ക് ശരിക്കിടാൻ അറിയില്ലല്ലേ? റിമോട്ട് ശരിക്കും വർക്ക് ചെയ്തില്ലായിരുന്നു. എനിക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും കിറ്റിയോട് പോയി മാപ്പ് പറഞ്ഞേക്കാം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. എന്ത് സംഭവിക്കണമോ അത് സംഭവിച്ചു കഴിഞ്ഞു. അതങ്ങ് വിട്ടേക്കട ബണ്ണി. എന്തായാലും നിന്റെ മൂഡ് പോയി. നീ വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഐസ്ക്രീം കഴിച്ചാൽ തലയുടെ ചൂടൊന്ന് കുറഞ്ഞു. ആലാപനത്തിലൂടെ ഇവിടുന്ന് പോവാ, ഇല്ലെങ്കിൽ ഇയാൾ നമ്മുടെ മാനം കെടുത്തും. വയ്യ, വേഗം എനിക്കൊരു ഐസ്ക്രീം തരൂ. ക്ലാസിക്കൽ സിംഗർ ഐസ്ക്രീം കഴിക്കുന്നോ? പാട്ടുകാർ ഒരിക്കലും തണുത്ത സാധനങ്ങൾ കഴിക്കില്ല. സംശയമുണ്ടോ? കൂടാതെ ഇയാളുടെ തൊണ്ട അടച്ചിരിക്കുകയാണല്ലോ. എന്താണ് ചിക്കു, സുഖാണോ? പരമസുഖം. മണ്ടന്മാരി ലോകത്തുള്ളത് വരെ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഹലോ, ഒരു ഐസ്ക്രീം തരൂ. ഇതെടുത്തോളൂ. എന്നുവച്ചാ ഒരു അടിപൊളി പാർട്ടി കിട്ടിയിട്ടുണ്ടടാ. സൗജന്യമായിട്ട് ഭക്ഷണം, കിടപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ടടാ. കൂടാതെ കാശും തരുന്നുണ്ട്. ആ മരമണ്ണന്റെ പൂച്ചയ്ക്ക് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിക്കൽ മ്യൂസിക്കോ? അതിന് നിനക്കെങ്ങനെ അറിയാം ക്ലാസിക്കൽ മ്യൂസിക്? ആ കാര്യം ആ കഴുതകൾക്കറിയില്ലല്ലോ. ഒരു 3-4 ദിവസം തൊണ്ടയ്ക്ക് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പാട്ട് പറഞ്ഞു കൊടുക്കും പോലെ CD ഇട്ട് ഞാൻ അവർക്ക് പാട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നീട് അഡ്വാൻസ് മേടിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവിടുന്ന് സ്ഥലം വിടുന്നതായിരിക്കും. എന്തായാലും നിന്റെ ജീവിതം അടിപൊളി തന്നെയാണ്. ഇവൻ കള്ളനാണ്. ഇവന് സംഗീതമൊന്നും അറിയില്ല. ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ്. ഇവൻ കിറ്റിയെ പറ്റിക്കാൻ നോക്കുക.
ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ എല്ലൊടിക്കാൻ പോവാണ്. വേണ്ട, ഇവന്റെ എല്ലെല്ലാം കിറ്റി ഓടിച്ചോളും. നമുക്ക് കിറ്റിയുടെ അടുത്തേക്ക് പോകാം. നിങ്ങൾ ഗുരുജിയെ പറ്റി ഈ പറയുന്ന കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. കിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതാണ്. സംശയമുണ്ടോ? ഓ, നിങ്ങൾ എന്തിനാണ് വെറുതെ ഗുരുജിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? കിറ്റി, അയാളൊരു കള്ളനാ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ തെളിയിക്കാം. എങ്കിൽ തെളിയിക്ക്, അല്ലാതെ നിങ്ങൾ ഈ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഈ കാര്യത്തിന് നമ്മളെ ഡോക്ടർ ബാലു നമ്മെ സഹായിക്കും. നീ പിന്നീടൊന്നും പറഞ്ഞേക്കരുത്. ഓക്കേ. നമസ്കാരം മാസ്റ്റർ ജി. നന്നായി വരൂ, ആലാപനം കൊണ്ട്. കിറ്റി, നമുക്കെന്നാൽ തുടങ്ങാമോ? തീർച്ചയായിട്ടും ഗുരുജി. ഓ, ഡോക്ടർ സാറേ, ഇതാണ് തൊണ്ട വിഴുങ്ങി. തൊണ്ട വിഴുങ്ങിയോ? അതെ, അങ്ങയുടെ തൊണ്ട കേടായിരിക്കുകയല്ലേ? സംശയമുണ്ടോ? എന്റെ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും. എന്നാൽ ഇദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കും. ഇങ്ങോട്ട് വരൂ. കുഞ്ഞുനാൾ മുതൽ സംസാരിക്കാതിരുന്നവരെയും ഞാൻ ചികിത്സിച്ച് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മൊബൈലിന്റെ ആവശ്യം പോലും ഇല്ല. അവർ സംസാരിച്ചാൽ ഇപ്പോ അടുത്ത സിറ്റി വരെ കേൾക്കും. ഇങ്ങോട്ട് വരൂ, ഇത് കുടിക്കൂ. എനിക്കത് വേണ്ട. ഇങ്ങോട്ട് വരൂ, ഇത് നാരങ്ങ കൊണ്ടുണ്ടാക്കിയതാ. ഇത് നിന്റെ അസുഖമെല്ലാം മാറ്റും. കണ്ടോ, നിന്റെ ശബ്ദം തന്നെ പുറത്തു വന്നു. ഇനി ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ബ്രഷ് കൊണ്ട് എങ്ങനെയാണ് തൊണ്ട ക്ലീൻ ചെയ്യുക? അത് വെച്ച് നമ്മൾ ഫ്ലോറിലെ ക്ലീൻ ചെയ്യുക. അദ്ദേഹത്തിന്റെ അടുത്ത് ബോട്ടിൽ ബ്രഷ് ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഇത് തൊണ്ടയ്ക്കകത്തേക്ക് കുത്തിയിറക്കി അവിടുള്ള അഴുക്കെല്ലാം വൃത്തിയാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ. സാറേ, ഇത് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? എങ്കിൽ ഈ വാളുണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം. അപ്പൊ ശബ്ദം പുറത്തു വന്നോളും. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. എന്നെ വിട്ടേക്കൂ, എന്റെ തൊണ്ട ശരിയായി. നീ അങ്ങനെയൊന്നും പറയരുത്. നിന്റെ തൊണ്ട ശരിയായിട്ടില്ല, ഇനിയും ശരിയാവാനുണ്ട്. അത് ഞാൻ തന്നെ ശരിയാക്കും. ഇങ്ങോട്ട് വരൂ. പൊയ്ക്കോളൂ. ഒരു ഗായകന്റെ ശബ്ദം എപ്പോഴും നല്ലതായിരിക്കണം. എടോ, അതിന് ഞാനൊരു ഗായകനല്ല, ഒരു ഗായകനെ പോലെ അഭിനയിക്കുകയായിരുന്നു. എന്ത്? അങ്ങ് ഗായകനല്ലേ? അതെ, ഗായകൻ എന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. എനിക്ക് സരിഗമ പോലും ശരിക്കും അറിയില്ല. എന്താ ഈ പറയുന്നേ? അങ്ങയുടെ പേരിൽ ആൽബം ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതാ നോക്കൂ, ഈ CD. എടോ, ഇത് ഞാൻ വെളിയിൽ ചന്തയിൽ നിന്ന് 100 രൂപയ്ക്ക് മേടിച്ചോണ്ട് വന്നതാണ്. എന്നിട്ട് തൊണ്ട ശരിയല്ലെന്ന് പറഞ്ഞവരെ പറ്റിക്കായിരുന്നു. എനിക്ക് പാടാനൊന്നും അറിയില്ലെന്നേ. നിങ്ങളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കി ഇവിടുന്ന് ചാടണമെന്നായിരുന്നു എന്റെ പ്ലാൻ. കേട്ടാ കിറ്റി? പോലീസിനെ വിളിക്ക്. വേണ്ട, ഇനി ഒരിക്കലും ഞാൻ ആരെയും ഇതുപോലെ പറ്റിക്കില്ല. എന്നെ വിട്ടേക്കൂ. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ, ആലാപനവും കൊണ്ട്. അയ്യോ, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങൾ കാരണമാണ് ആ കള്ളന്റെ അടുത്തുനിന്നും രക്ഷപ്പെട്ടത്. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? കിറ്റി, നിന്റെ സിനിമയിൽ നല്ല റോൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. എനിക്കും ആക്ടർ ആവണം. എന്റെ രക്തത്തുള്ളികളിൽ ആക്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു നല്ല ആക്ടർ ആവണം, സൂപ്പർ സ്റ്റാർ ആയി മാറണം.